പപ്പുമോൻ ഇപ്പോൾ നല്ല സമയമാണ്. പത്രങ്ങളിൽ എന്നും ഒന്ന് മുഖം കാണിക്കാൻ പറ്റുന്നുണ്ട്. അതിനുള്ള അവസരം ആശാൻ കൃത്യമായി ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. പുള്ളിക്കാരൻ ഇപ്പോ അടുത്തൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട് കോടതിയുടേതായിട്ട്. വിശേഷമായ പട്ടം തന്നെയാണ്. സൈന്യത്തിനെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന കേസിൽ ചുമ്മാ കോടതി ഒന്ന് മുഖം കാണിക്കണം. ഉത്തർപ്രദേശ് ലക്നൗ കോടതിയുടേതാണ് സമൻസ്. മാർച്ച് 24-നാണ് കോടതി ഒന്ന് കാണണമെന്ന് ആശാനോട് പറഞ്ഞിട്ടുള്ളത്. നാക്കിന് ലൈസൻസ് ഇല്ലേ ഇങ്ങനെ പലതും നടക്കും. എന്താ കാര്യമെന്നോ? അത് നിസ്സാരമാണ്. പുള്ളി കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഒരു യാത്ര നടത്തിയില്ലേ ആളുകളെ കുപ്പിയിലാക്കാൻ. ആ യാത്രക്കിടെ വായിൽ കൊള്ളാത്ത ചില വർത്തമാനങ്ങൾ ഈ കുസൃതി ചെക്കന്റെ വായിൽ നിന്നും വീണിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല. അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട്ടാളക്കാർ ആക്രമിച്ചെന്നായിരുന്നു ചേട്ടൻ അങ്ങ് തള്ളിമറിച്ചത്. ഇതിനെതിരെ സൈന്യം പ്രതികരിച്ചിരുന്നു. 2022 ഡിസംബർ 12-ന് ഇന്ത്യൻ സൈന്യം ഔദ്യോഗിക വിശദീകരണവും പുറത്തിറക്കി. ചൈനീസ് സൈന്യം അനധികൃതമായി അരുണാചൽ പ്രദേശിൽ പ്രവേശിച്ചു. എന്നാൽ ഇന്ത്യൻ സൈന്യം ഉചിതമായി പ്രതികരിച്ചതിനാൽ അവർ പിൻവാങ്ങിയെന്നായിരുന്നു സൈന്യത്തിന്റെ വിശദീകരണം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശം സൈന്യത്തെ അപമാനിക്കുന്നതാണെന്നും രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള അവരുടെ ധീരമായ ശ്രമങ്ങളെ തുരങ്കം വെച്ചെന്നും പറഞ്ഞ് ശ്രീവാസ്തവ കോടതിയിൽ ഒരു പരാതി അങ്ങ് കൊടുത്തു. പപ്പുമോൻ ഇത് പുത്തരിയല്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഫെബ്രുവരി 11-ന് 2018-ലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുലിനെതിരെ മറ്റൊരു മാനനഷ്ട കേസ് പരിഗണിച്ചു കോടതി ഒന്ന് ശ്വാസം വിട്ടതേയുള്ളൂ. അപ്പോഴിതാ അടുത്ത സംഭവം. തൊടുന്നൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ സമയത്തിൻ്റെതാകും. സൈനിക കേഡറിന്റെ തുല്യമായ റാങ്കുള്ള ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ മുൻ ഡയറക്ടർ ഉദയ് ശങ്കർ ശ്രീവാസ്തവയ്ക്ക് വേണ്ടി അഭിഭാഷകൻ വിവേക് തിവാരിയാണ് രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചത്. സമൻസ് പ്രകാരം മാർച്ച് അവസാന വാരത്തിൽ രാഹുൽ ഗാന്ധി ലക്നൗ എം.എൽ.എ കോടതി ഹാജരാകേണ്ടി വരും. എംപിമാർക്കും എംഎൽഎമാർക്കുമെതിരെയായ കേസുകൾ വിചാരണ ചെയ്യാൻ കഴിയുന്ന പ്രത്യേക കോടതിയാണിത്. രാഹുലിന്റെ ഈ ഒരു വിമർശനം രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്നും രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുകയും വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമാകുകയും ചെയ്തിരുന്നു. തുടർന്ന് നിരവധി ബി.ജെ.പി നേതാക്കൾ ഗാന്ധിയെ ദേശവിരുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചൈനീസ് ആതിഥ്യ മര്യാദയും ഫണ്ടും ലഭിച്ചതായി ആരോപിക്കുകയും ചെയ്തു. വല്ല കാര്യവുമുണ്ടോ? എന്നിട്ടും പപ്പുമോൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ 6 മാസം പോലും തികയുന്നതിന് മുൻപ് മോദിയെ കുടുംബപ്പേര് വിളിച്ച് കളിയാക്കാൻ പോയത്. 2023 മാർച്ചിൽ മോദിയെ കുടുംബപ്പേര് സംബന്ധിച്ച് ലക്ഷ്യമിട്ടുള്ള ഒരു പരാമർശത്തിന് അപകീർത്തി കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ കുറച്ചു കാലത്തേക്ക് ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിരുന്നു. തീർന്നില്ല. കേസ് പരിഗണിച്ച് ഗുജറാത്ത് കോടതി അദ്ദേഹത്തിന് 2 വർഷത്തെ തടവ് ശിക്ഷയും വിധിക്കുകയുണ്ടായി. ശിക്ഷ താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും നേതാക്കളെ പാർലമെന്റിൽ നിന്ന് വിലക്കാൻ ആവശ്യമായ സമയപരിധിയായിരുന്നു അത് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഇത് കോൺഗ്രസ് നേതാവിനെതിരെ ഗൂഢാലോചനയാണെന്ന് അവർ ആരോപിച്ചു. കേസിൽ വിചാരണ ജഡ്ജി പരമാവധി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്തു. മാത്രമല്ല, ഒരു ദിവസത്തിൽ കുറവായിരുന്നെങ്കിൽ അത് അയോഗ്യതയ്ക്ക് കാരണമാകുമായിരുന്നില്ല എന്ന് വിധിന്യായത്തിൽ ചേർക്കുകയും ചെയ്തു. സത്യം പറഞ്ഞ രാഹുലിനെ കുറ്റം പറയാൻ പറ്റില്ല. അല്ലേലും പിള്ളേരെയൊക്കെ കാര്യമുള്ള കളിക്ക് കൂട്ടിയുള്ള പ്രശ്നമാണിത്. അവർക്ക് ഇഷ്ടമുള്ളതും അറിയുന്നതുമായ കാര്യമല്ലേ പറയാൻ പറ്റൂ.